ഹലോ മുത്തുമണീസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കായിട്ടുള്ള ഒരു സ്പെഷ്യലുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം ഈ ഒരു പരുവാവോളം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത ടിപ്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ചട്ടി എടുത്ത് വെക്കുക. വറുത്ത റവ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ വറുത്ത റവയില്ല, അതിനായിട്ട് ഞാനിപ്പോൾ റവ വറുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ആ ചട്ടിയിലോട്ട് തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു പോള ചെറിയുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച റവ അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏകദേശം നന്നായി വെന്തതിന് ശേഷം ഒരു കപ്പോളം പാല് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി ഈ നോമ്പിന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പം ഞാൻ പാൽ ഒരല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സും കൂടി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പഴം മിക്സ് നമുക്കിതിനകത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി ഒരല്പം മിൽക്ക് മെയ്ഡ് കൂടി നമുക്കൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഇത്. ഇനി ഞാനൊരല്പം പാൽപ്പൊടി എടുക്കുന്നുണ്ട്, ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട്. ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ ഒരു വെറൈറ്റി ടേസ്റ്റി ഉണ്ടാവും കേട്ടോ. ഓക്കെ, മുത്തുമണീസ്, അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിത് നമ്മുടെ ബൗളിലോട്ട് ഒഴിക്കുകയാണ്. ഇനി ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടി ഞാൻ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചെടുത്ത പഴം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് അവിടെ ഇവിടെയും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി കാണാം. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ്.